ഭയങ്കര എല്ലാവർക്കും മഴയാണ്, പോവാൻ മടി. പക്ഷെ ഞാനിന്ന് ഭയങ്കര ഇന്ന് റെയിൻകോട്ട് ഇടാം, അങ്ങോട്ട് ഇടണ്ടാന്ന് വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞ വർഷം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വൈകുന്നേരം മഴ പെയ്യെങ്കിലും രാവിലെ ആദ്യമായിട്ടാണ് പെയ്യണത്. അപ്പം ഞാൻ ഭയങ്കര എല്ലാവർക്കും മഴയാണ്, പോവാൻ മടി. പക്ഷെ ഞാനിന്ന് ഭയങ്കര ഇന്ന് റെയിൻകോട്ട് ഇടാം. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും റെയിൻകോട്ട് ഇടാം. അപ്പം ഞാൻ റെയിൻകോട്ട് ഇടണ്ടാന്ന് വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞ വർഷം അതേപോലെ ഞാൻ ഇങ്ങനെ റെയിൻകോട്ട് ഇടാണ്ട് ഇങ്ങനെ ചാറ്റിലുണ്ടായുള്ളൂ. എന്നിട്ട് ഓഫീസ് എത്തിയപ്പോൾ നിറച്ച് റെയിൻകോട്ടൊക്കെ ഇട്ട് പോവാം കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇനി ഓഫീസിൽ പോകണം. ഗൈസ്, ഇത് കുഞ്ഞിയുടെ റെയിൻകോട്ടാണ്. കുഞ്ഞിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഇത് ഇപ്പോൾ എവിടെയോ കണ്ടുണ്ടല്ലോ. അപ്പോഴത്തേക്കും അവൾക്ക് വർത്താനം പറയാനുള്ള നേരം വരെ ഞാൻ കൊടുത്തില്ല. അപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങിയില്ല വീട്ടിൽ നിന്ന്. അപ്പോൾ നമുക്കിനി ഓഫീസിൽ പോവാട്ടോ. ഓഫീസിൽ ഇപ്പോൾ ചാറ്റൽമാല ഉണ്ട് ചെറുതായിട്ട്, എന്താവും അറിയില്ല. അപ്പം ഇനി അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് ഞാൻ ലേറ്റ് ആയിട്ടാ. ഞാൻ ഡെയിലി വിചാരിക്കും 8:30 മുമ്പ് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഏകദേശം കറക്റ്റ് ടൈമിൽ എത്താറുണ്ട്. അപ്പൊ ഗേറ്റ് അടിയും കിട്ടാറുണ്ട്. ഞാൻ നേരത്തെ ഇറങ്ങണ ദിവസമൊക്കെ എനിക്ക് ഗേറ്റ് അട കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കറക്റ്റ് 8:30 ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ഓഫീസിലെത്താം. അതിന് കാരണം ഒന്നുമില്ല, എൻ്റെ വീട്ടിലെ ക്ലോക്കാണ് കാരണം. എൻ്റെ ക്ലോക്കിനെ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ റൂട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. പോരാത്തതിന് നമ്മൾ പോണ വഴിയിൽ ഓരോ ബസ്സിനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബസ് അവിടെ വെച്ച് കാണണം, ഇവിടെ വെച്ച് കാണണം, ഈ ബസ് ഇവിടെ എത്തുമ്പോൾ അങ്ങോട്ട് കയറണം. പിന്നെ ഇടയ്ക്ക് ചതിക്കാറുണ്ട് ഈ ഗേറ്റ് അട കിട്ടുമ്പോൾ കേട്ടോ. നമ്മുടെ ഏറ്റവും കൂടുതൽ ആ വന്ദേ ഭാരതും പിന്നെ ഒരു 9:05 ഒരു വണ്ടി ഉണ്ട്. അതൊക്കെ നേരത്തെ വരുമ്പോഴാണ് നമ്മൾ കുടുങ്ങുക. ഇന്ന് മഴയുള്ളതുകൊണ്ട് തന്നെ ഇന്ന് സംഗതി അതേപോലെ തന്നെയായിട്ടുണ്ട്. വന്ദേ ഭാരത് കിട്ടിയിട്ട് തന്നെ ലേറ്റ് ആയത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മ കുറച്ച് നേരത്തെ ഇറങ്ങി ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നേരത്തെ ഇറങ്ങിയാലും എനിക്ക് ഗേറ്റ് അട കിട്ടാറുണ്ട്. പക്ഷെ 9 മണിയൊന്നും കഴിയാറില്ല കേട്ടോ. അതും ഉണ്ടല്ലോ പറയാനായിട്ടുള്ളൊരു പോയിന്റ്. അങ്ങനെ ഞാൻ ഇതിന്റെ ഇടയിൽ എൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വോയിസ് ഓവറാണ്. ഓഫീസിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ വന്നിരുന്നിട്ട് വേണം സംസാരിക്കാനായി. സംസാരിച്ചോണ്ട് കുഴപ്പമില്ല, പക്ഷെ ബാക്കിയുള്ളവർ വിചാരിക്കാൻ എനിക്ക് പ്രാന്താണ്. പോരാത്തതിന് ഇനി സംസാരിച്ച് ഇനി ഫോണിൽ നോക്കി എന്താ സംസാരിക്കണേന്ന് ചോദിച്ചാൽ യൂട്യൂബ് ചാനലിന്റെ പേരും കൂടി പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിണ്ടാണ്ട് ആ സൈഡിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് എനിക്കും അവർക്കും ഒരുപോലെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുമല്ലോ. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്റെ കുറെ വർക്കുകളൊക്കെ കിടന്ന് നടക്കുന്നുണ്ട്. അതൊക്കെ മെല്ലെ തീർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രണ്ടിൽ വീഡിയോ എടുത്ത് വെച്ചിരിക്കണത് കേട്ടോ. അപ്പൊ ഇപ്പുറത്തെ സൈഡിലാണ് ഞാൻ വെക്കാറ്. ഇന്ന് ഞാൻ CPOന്റെ ഫയലിന്റെ ഇടയിലാണ് വെച്ചത്. അവിടെയൊക്കെ എന്റെ ഓരോ സാധനങ്ങൾ ഇരിക്കാൻ കേട്ടോ. ഈ ഫോൺ ഞാൻ സെറ്റ് ചെയ്ത് വെക്കണോടത്തെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇളകൂല്ല വീഴൂല്ല, അങ്ങനെ ഒരു സെറ്റപ്പിൽ അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പൊ എന്നെ ആരോ അങ്ങോട്ട് വിളിച്ചിട്ട് പിന്നെ വന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാ. പിന്നെ ഞാൻ ഫോൺ തപ്പലായിരുന്നു. ഞാൻ വെച്ച സ്ഥലത്ത് കണ്ടില്ല. പിന്നെ നമ്മൾ പുതിയ സ്ഥലം കണ്ടുപിടിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് എന്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. ഇതില് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടെന്ന്, പക്ഷെ അതൊന്നും റെക്കോർഡ് ആയില്ല ഗൈസ്. അങ്ങനെ ഞാൻ ഉള്ളത് വെച്ച് എന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിലേക്ക് പോണ വഴിയുള്ള ഒരു പാലാണ്. ഞാൻ എന്റെ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഞാൻ രാവിലെ ഓഫീസിൽ പോണു, വൈകിട്ട് വീട്ടിൽ വരുന്നു. ഇതാണ് ഡെയിലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോസിൽ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് കേട്ടോ. അപ്പൊ ഇത് വീണ്ടും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി റൂട്ടീനായിട്ട് നടക്കുന്നത്. പിന്നെങ്കിലൊക്കെ ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഓർമ്മ വരുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി വീട്ടിൽ പോകണം.